ഒരു ഇന്ത്യക്കാരൻ മറക്കാൻ പാടില്ലാത്ത തീയതിയാണ് ഒക്ടോബർ 8, 1927. മൊറാർജി ദേശായി അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ഉടനെ ഇത് രാഷ്ട്രീയ സ്വയംസേവക് സംഘ് എന്ന DR ഗോയലിന്റെ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വസ്തുതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മൊറാർജി ദേശായിയും സിക്കന്ദർ ഭക്തും, അന്നത്തെ ഭക്ഷ്യ മന്ത്രി, പഴയ ജനസംഘക്കാരൻ, സംഘപരിവാർ എന്നതിൽ കൃത്യമായി ഉൾപ്പെടുത്താവുന്ന സിക്കന്ദർ ഭക്ത് മൊറാർജി ദേശായിക്കൊപ്പം രാജ്ഘട്ട് സന്ദർശിക്കുന്നു. ആ സമയത്ത് ഗൈഡ് ദാമോദരൻ നായർ രാജ്ഘട്ട് സന്ദർശിക്കുമ്പോൾ പ്രമുഖരുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മൊറാർജി ദേശായിയുടെ ആത്മകഥയിൽ നിന്നൊരു ഭാഗം വായിച്ചു കേൾപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു അത്രേ. അതിന്റെ ഭാഗമായി അതിൽ നിന്നൊരു ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു. അതിലെ ഒരു വരി, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരനാണ് ഗാന്ധിയെ കൊന്നത് എന്നാണ്. ഈ വരി വായിച്ചപ്പോൾ സിക്കന്ദർ ഭക്ത് ഇത് ഞങ്ങൾക്ക് അവമാനമുണ്ടാക്കുമെന്നും ഈ ഭാഗം നീക്കണമെന്നും മൊറാർജി ദേശായിയോട് അപേക്ഷിച്ചു അത്രേ. അപ്പം മൊറാർജി ദേശായി പറഞ്ഞു, ചരിത്രം മായ്ച്ചു കളയാനാവില്ലല്ലോ. തീർച്ചയായിട്ടും വളരെ ഉചിതമായ പ്രതികരണമാണ് ആ സമയത്ത് മൊറാർജി നടത്തിയത്. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് DR ഗോയൽ സാക്ഷ്യപ്പെടുത്തുന്നു, ഗൈഡ് ദാമോദരൻ നായരെ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകർ അടിച്ചു വീഴ്ത്തുന്നു. സിക്കന്ദർ ഭക്ത് തന്റെ മന്ത്രാലയത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഗൈഡ് ദാമോദരൻ നായരെ ആ പദവിയിൽ നിന്നും പിരിച്ചുവിടുന്നു. പ്രശ്നം നമ്മുടെ പാർലമെന്റിൽ കോളിളക്കം ഉണ്ടാക്കുന്നു. 1977 ഒക്ടോബർ 8 രാജ്ഘട്ടിൽ വെച്ച് ചരിത്രം മായ്ച്ചു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ മൊറാർജി നിശബ്ദത പാലിക്കുന്നു. അധികാരം എങ്ങനെയാണ് ഒരു ചരിത്ര സംഭവത്തെ മായ്ച്ചു കളഞ്ഞത് എന്നാണ് ഞാൻ കൃത്യമായും പറയുന്നത്. എന്നാൽ ഒക്ടോബർ 8 1977 സംഭവം പിൽക്കാലത്ത് മായ്ച്ചു കളയപ്പെട്ടെങ്കിൽ ഇന്ന് 2019 ഒക്ടോബർ 2 സംഭവിച്ചത് എന്താണ്? ഒക്ടോബർ 2 സംഭവിച്ചത് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 2019 ഫെബ്രുവരി മാസം ഡോക്ടർ മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസ്താവന ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷത്തിനിടയാക്കേണ്ടതായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല. ആ പ്രസ്താവന ഇതായിരുന്നു, ഇത് സംഘ ആശയങ്ങളുടെ വിജയകാലം. 2019 ഫെബ്രുവരിയിലാണ് ഈ പ്രസ്താവന വന്നത്. ഇത് സംഘ ആശയങ്ങളുടെ വിജയകാലം. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ 20 കൊല്ലം സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവഗണനയുടേതായിരുന്നു, പിന്നത്തെ 70 കൊല്ലം എതിർപ്പിൻ്റെതായിരുന്നു, ഇപ്പോൾ ഇത് വിജയത്തിൻ്റെതാണ്.